ഇന്ന് അനേകം ആളുകളുടെ ഉള്ളില് ഭയമുണ്ട്. ഭയം നമ്മളെ വല്ലാതെ പുറകോട്ടടിക്കും. മുന്നോട്ട് പോകേണ്ട ജീവിതങ്ങളെ പുറകോട്ട് പിടിക്കുന്നതാണ് എന്ത്? ഭയം. വിശ്വാസത്തിന്റെ വിപരീത പദം എന്താണ്? ഗ്രാമർ അനുസരിച്ച് അവിശ്വാസമാണ്. വിശ്വാസത്തിന്റെ വിപരീത പദം അവിശ്വാസമാണ്. പക്ഷെ ബൈബിൾ അനുസരിച്ച് വിശ്വാസത്തിന്റെ വിപരീത പദം ഭയമാണ്. ഭയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഈ ഭയവും ഫിയർ ആൻഡ് ഫെയ്ത്ത് ആണ് സുവിശേഷങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. സുവിശേഷങ്ങൾ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തി നമ്മളോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നത് ഭയവും വിശ്വാസവുമാണ്. ഉദാഹരണത്തിന് ഈശോ പറയും, അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? കണ്ടോ, ഇത് രണ്ടുകൂടാണ് താരതമ്യപ്പെടുത്തുന്നത്. അത് രണ്ടുകൂടാണ്, അതിനെ തമ്മിലാണ് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തുന്നത്. അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞു, മകളെ നീ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടണ്ട, പിന്നെന്ത് ചെയ്താൽ മതി? ധൈര്യമായിട്ടിരിക്കാനല്ലേ പറയണ്ടേ? ശരിക്കും ഗ്രാമർ അനുസരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയണ്ടേ? ഭയപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കാനല്ലേ പറയണ്ടേ? പക്ഷെ അങ്ങനെയല്ല പറഞ്ഞേ. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പൊ ബൈബിളിന്റെ ഭാഷയിൽ ഭയത്തിന്റെ വിപരീത പദമാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ വിപരീത പദമാണ് ഭയം. അതുകൊണ്ട് എവിടെ ഭയമുണ്ടോ അവിടെ എന്തില്ല? വിശ്വാസം ഇല്ല. എവിടെ വിശ്വാസമുണ്ടോ അവിടെ എന്തില്ല? ഭയമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നത് വളരെ ധൈര്യപൂർവം ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. അതിനൊരു മാർഗമാണ്. നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം.